ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരില്ലെന്ന് സ്ഥിരീകരിച്ച കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. ഒക്ടോബറിൽ വരാനാണ് ആവശ്യപ്പെട്ടത്. അസൗകര്യം അറിയിച്ചപ്പോൾ വരേണ്ടെന്ന് പറഞ്ഞത് സ്പോൺസറാണെന്നും മന്ത്രി 24-നോട് പറഞ്ഞു. മിനിസ്റ്റർ കേരളത്തോട് പറഞ്ഞ കാര്യമാണ് മെസ്സി ഇവിടെ വരുന്നത്. നോക്കൂ, ഈ ഒക്ടോബറിൽ അവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്പോൺസർ എന്ത് പറഞ്ഞു? ഈ ദിവസം ഈ ഒക്ടോബറിലാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്ന് അവരും പറഞ്ഞു. അതാണ് സംഭവം. ഒക്ടോബർ വിൻഡോയിൽ കേരളത്തിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ബന്ധപ്പെട്ട സ്പോൺസർ പറഞ്ഞു അതിൽ മാത്രമേ ഞങ്ങൾ അനുവദിക്കുള്ളൂ എന്ന് അവരും പറഞ്ഞു. അതാണ് തർക്കം. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, വലിയ കാത്തിരിപ്പായിരുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും അവർ വരില്ല എന്നാണോ? അങ്ങനെ ഒരു സ്ഥിരീകരണം തന്നെയാണോ മന്ത്രി പറയുന്നത്? മാത്രമല്ല, ഈ ഒക്ടോബറിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഒക്ടോബറിൽ അല്ലെങ്കിൽ പിന്നെ വേണ്ട എന്ന് സ്പോൺസർമാർ പറഞ്ഞു എന്നാണോ? തീർച്ചയായിട്ടും സ്മിത, കേരളത്തിലേക്ക് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി എത്തുന്നു എന്നുള്ള വാർത്തയെ എങ്ങനെയാണ് കേരളം എതിരേറ്റത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. വലിയ ആവേശമായിരുന്നു. ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു പക്ഷേ കേരളത്തിലേക്ക് മെസ്സി ആരാധകർ എത്തിച്ചേർന്നേനെ. അത് കേവലം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അതിഥിയായിട്ട് അല്ല അദ്ദേഹം എത്തുന്നത്. അദ്ദേഹത്തിന്റെ ടീമിനോടൊപ്പം ഇവിടെ മത്സരിക്കാൻ വരുന്നു എന്നായിരുന്നു കായിക വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ അതിന് പിന്നാലെ ഏറെ നാൾ അതുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ രൂപപ്പെട്ടു. മെസ്സി വന്നേക്കില്ല എന്ന് പറയുമ്പോഴും കായിക വകുപ്പ് മന്ത്രി ഉറപ്പിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, മെസ്സി വരും കേട്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉറപ്പ്. എന്നാൽ ആ ഉറപ്പ് ഈ വർഷം എന്തായാലും ഇല്ല എന്ന് അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുകയാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളും മറ്റും പുറത്തു വന്നിരുന്നു. എന്നാൽ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ മന്ത്രി നൽകിയിരുന്നില്ല. അക്കാര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിയുടെ പക്കൽ നിന്ന് തന്നെ ഒരു ഉറപ്പ് ലഭിക്കുന്നത്. മെസ്സി എന്തായാലും കേരളത്തിലേക്കില്ല. അതിന് അദ്ദേഹം പറയുന്ന സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, കേരളം ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള കരാർ ലംഘനവും നടത്തിയിട്ടില്ല. കരാർ വളരെ കൃത്യമായിട്ടാണ് കേരളം ഫോളോ ചെയ്തിട്ടുള്ളത്. കേരളം ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല. ഒക്ടോബറിൽ എത്തിച്ചേരണം എന്നുള്ളതായിരുന്നു കേരള സർക്കാരിനൊപ്പം ഇക്കാര്യത്തിൽ ഈ കേരളത്തിലേക്കുള്ള അർജന്റീനൻ ടീമിന്റെ വരവ് സ്പോൺസർ ചെയ്യുന്ന സ്പോൺസർ ആദ്യം നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഒക്ടോബറിൽ ഈ ടൂർ പരിപാടി കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അതായത് അവർക്ക് ഇന്ത്യയിൽ എത്തുന്നുണ്ടെങ്കിൽ കേരളത്തിലേക്ക് ഈ ഒക്ടോബറിൽ നൽകാനാകില്ല എന്ന് അർജന്റീനൻ ടീം അറിയിക്കുമ്പോൾ കേരളത്തിലെ സ്പോൺസർ പറഞ്ഞത്, ഒക്ടോബറിൽ ഇല്ലെങ്കിൽ പിന്നെ ഈ വർഷം തങ്ങൾക്ക് കേരളത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്പോൺസർ അറിയിക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് കേരളത്തിലേക്കുള്ള മെസ്സിയുടെ വരവ് ഇല്ല, ഈ വർഷം ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വേദനയാണ്. കാരണം അവരെല്ലാവരും തന്നെ വലിയൊരു കാത്തിരിപ്പിലായിരുന്നു. ആ തരത്തിലുള്ള ഒരു ഹൈപ്പാണ് ഇതിന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നൽകിയത്. ഇതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത് കാര്യമായ ഉറപ്പ്, കൃത്യമായ ഷെഡ്യൂൾ മെസ്സിയുടെ അതായത് അർജന്റീനയിൽ നിന്നും മെസ്സിയുടെ ഓഫീസിൽ നിന്നും അടക്കം ലഭിക്കാതെ ഇക്കാര്യത്തിൽ മന്ത്രി ഒരു എടുത്തുചാട്ടം കാണിച്ചോ എന്ന് തോന്നുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഒരു ഔദ്യോഗികമായിട്ടുള്ള ഉറപ്പ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഇത് മാധ്യമങ്ങളോട് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന്മേൽ വലിയ ചർച്ചകൾ നടക്കുന്നു. ആരാധകർ, കേരളത്തിലുള്ള നമുക്കറിയാം ലക്ഷക്കണക്കിന് ആരാധകർ മെസ്സിയുടെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു.